സഞ്ജുവിന്റെ മരുവശമുള്ള നിൽപ്പുണ്ട്. ശില്പ അന്തിച്ച് നിന്നുപോയി. തന്റെ അവന്റെ കയ്യിൽ ഇരിക്കുന്നവർ കണ്ടപ്പോ അവൾക്കുള്ളി വെള്ളി വെട്ടി. അവള് മിന്നല് വേഗം ആ ഫോൺ കൈക്കലാക്കാനിരുന്നോ സഞ്ജു അത് കയ്യിലൊതുക്കി രണ്ടിന് പിന്നിലേക്ക് നീങ്ങി. അവന്റെ കണ്ണുകളിലെ ചുവന്ന നരമ്പുകൾ പിടഞ്ഞു. വാട്ട് ഈസ് ദിസ്? അവൻ ആ തുറന്നു വെച്ച സ്ക്രീൻ അവൾക്ക് നേരെ കാണിച്ചു. അവന്റെ സ്വരം, ആ ചോദ്യം ശില്പയെ ഭയപ്പെടുത്തി. താൻ പീഡിക്കപ്പെട്ടു എന്ന് ബോധ്യമായ നിമിഷം കോൾ ചെയ്യാനേ അവന് ഫോൺ കൊടുത്ത നിമിഷത്തിൽ സ്വയം പഠിച്ചു. സജയ്, ഐ ക്യാൻ എക്സ്പ്ലെയിൻ പ്ലീസ്. ശില്പ അവനെ സമാധാനിപ്പിക്കുമ്പോൾ കൈ രണ്ടു ഉയർത്തി. ഇവനേരി നീ നിന്റെ റൂംമേറ്റ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയത്? സഞ്ജു അവളെ വാക്ക് വീട്ടിൽ വീണ്ടും ചോദിച്ചു. അതെ, റോണിന്റെ റൂംമേറ്റ് ആണ് സഞ്ജയ്. പറഞ്ഞു തീർന്നത്. കവള് പറഞ്ഞു പോകുമ്പോൾ ഒരൊറ്റ അടിയായിരുന്നു. ശില്പ ടേബിളിൽ കുലഞ്ഞു വീണവർ ഓഫീസ് റൂമിൽ CCTV ഓണാണെന്ന കാര്യം കൂടി സഞ്ജയ് അന്നേരം ഓർത്തില്ല. അവനെതിരാടി എന്റെ ആമയുടെ ഫോട്ടോ നീ അയച്ചു കൊടുത്തത്? അത് ഇത്രയും വൃത്തികെട്ട രീതിയിൽ. അവൻ ആ ഫോണിലേക്ക് നോക്കുന്നു. കൂടുതൽ കളി കയറുകയായിരുന്നു. സത്യ പ്ലീസ്, ഇതൊരു ഇഷ്യൂ ആക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാൻ. ശില്പയുടെ ശബ്ദം വിറച്ചു. ഇത്രയും വൃത്തികെട്ട ക്യാരക്ടർ ആയിരുന്നു നിന്റേത്. എന്റെ അമ്മയെ ആ കണ്ണോടാണ് നീ കണ്ടത്. സത്യം പറടി, ഇതിനാരാ നിന്റെ? എന്തായിരുന്നു നിന്റെ അവന്റെ പ്ലാൻ? ആമിയുടെ അടുത്ത് ഈ കോളേജിൽ കുട്ടികളുടെ ഫോട്ടോസ് മുഴുവൻ അവൻ അയച്ചു കൊടുത്തു. അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നടി? പറയടി. സഞ്ജു അവളുടെ മുടിക്കുത്തി പിടിച്ചു. ശില്പയുടെ മുഖം വികൃതമായി. ഹാടി കൊണ്ട് പൊട്ടിയ ചെങ്കിൽ നാവ് കൊണ്ട് തലോടി. അവൻ വല്ലാത്തൊരു പാവത്തിൽ അവരെ നോക്കിയത് പെട്ടെന്നാണ്. ആ നോട്ടത്തിൽ സഞ്ജു അവളുടെ മുടിയിലെ പിടിവിട്ട്. ഞാൻ പറയാ സഞ്ജയ്, അതിനു മുമ്പ് എന്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയ സഞ്ജയ്ക്ക്. ശരി, അവന്റെ അടുത്തേക്ക് വന്നു. സഞ്ജു അവളെ ഉറ്റുനോക്കി. ഞാനൊരു ബൈസെക്ഷലാണ് സഞ്ജയ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല നിനക്ക്. ഒന്നുകൊണ്ട് മതിയാവില്ല. ഒരേ സമയത്ത് പുരുഷനും സ്ത്രീയോട് വികാരം തോന്നും. ഒരു പക്ഷെ പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകളോട് വികാരം എന്ന് പറഞ്ഞ പ്രണയമല്ല, പാപം. ഇറ്റ്സ് ഓൺലി ലസ്റ്റ്. ശില്പ അവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച്. റോണി ആരാണെന്ന് എനിക്കറിയണമല്ലേ? ഹീസ് മൈ സെക്സ് പാർട്ട്ണർ. അവൻ മാത്രമല്ല, ആണായിട്ട് പെണ്ണായിട്ട് ഒരുപാട് പേര് എന്റെ കൂടെ ഒരു ബെഡിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് അതനുഭവിച്ച് തന്നെ അറിയണം സഞ്ജയ്. ഹസ്കി വോയിസിൽ അവളിത് പറയുന്നു. ആ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾക്ക് മുന്നിൽ തരച്ചു നിന്നുപോയി സഞ്ജയ്. ഒരാളെ കണ്ട അയാളെ എനിക്ക് വേണമെന്ന് തോന്നി. എങ്ങനെയെങ്കിലും ഞാനത് നേടിയിരിക്കും. അവരെ അനുഭവിച്ചിരിക്കും. ഇതുവരെയുള്ളവരെല്ലാം എന്റെ ഇംഗിതത്തിന് വഴങ്ങി തന്നവർ തന്നെ. രണ്ടാളുകൾ, ഒന്ന് മറ്റൊന്ന് നിന്റെ ആമി. എടി സഞ്ജയ് അവളുടെ കവിളി കുത്തിപ്പിടിച്ചു. ഞാനൊന്ന് പറയട്ടെ സഞ്ജയ്. ശില്പ ചിരിയോടെ അവന്റെ കൈ ബലമായി പിടിച്ചു മാറ്റി. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സ് ഒന്നി നിൽക്കില്ലെന്ന്. എനിക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോ മാക്സിമം 2 ആൾക്കാരെതിരെ വേണം. അതാണ് എന്റെ പോളിസി. നിനക്കറിയോ നിന്റെ അഭിരാമി അവൾ എന്നെ എത്രമാത്രം കൊതിപ്പിക്കുന്നുണ്ടെന്ന്? അവളോളം മറ്റാരെയും ഞാൻ അത്രമാത്രം മോഹിച്ചിട്ടില്ല. അവളെ ഞാൻ കണ്ട മാത്രമേ തന്നെ നോട്ടമിട്ടതാണ്. ഷീ ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. അവള് മറ്റാളുകളുടെ കൂടെ നടക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം അവളെ കണ്ടപ്പോൾ കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കേണ്ടി വന്നത്. പക്ഷെ വൈദ്യം ഞാൻ അറിഞ്ഞത് നിന്റെ വൈഫാണ് അഭിരാമിയെന്ന്. സഞ്ജുവിന്റെ മിഴികൾ കലങ്ങിച്ചു വന്നു. അതോടെ ഒരാഗ്രഹം കൂടി എനിക്കുണ്ടായി. അഭിരാമിക്ക് നിന്നെ എനിക്ക് വേണം സഞ്ജയ്. നമ്മൾ 3 ആള്. ശില്പ സഞ്ജുവിന്റെ കയ്യിലെ വിരലുകൾ കൊണ്ട് തലോടി. ദേഹത്ത് പുഴു വരിക്കുമ്പോൾ ഹർപ്പ് തോന്നി. അവൻ അവളിൽ നിന്ന് അകന്നു മാറി. ഹർപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു. ശില്പയുടെ മകൻ അവനെ പിന്തുടർന്നു. ഒരു ചാൻസ് എനിക്ക് തരാമോ സഞ്ജയ്? എന്റെ ഈ ആവശ്യം നിങ്ങളോട് എങ്ങനെ പറയുമെന്ന് എനിക്ക് ഒരു ഊഹമില്ലായിരുന്നു. ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം. ഒരു തവണ എന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരാമോ?
നീ ആമയും കൂട്ടി എന്റെ അപ്പാർട്ട്മെന്റിലേക്കൊന്ന് വാ, ഒരൊറ്റ തവണ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഫോണിലുള്ള ഈ കോളേജിലെ സ്റ്റുഡൻസിന്റെ ഫോട്ടോസ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ഇനി നിനക്ക് പറ്റില്ലെങ്കിൽ അഭിരാമിയെങ്കിലും എന്റെ കൂടെ ഒന്ന് വിടാവോ? എനിക്ക് റോണിക്കും വേണ്ടി അവളെ നീ എടി പൊന്ന മോളെ. സഞ്ജു ഫോൺ നിലത്തിട്ടുകൊണ്ട് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കലിയോടെ തലങ്ങും വിലങ്ങും ഒടിച്ചു. ശില്പയുടെ കരച്ചിൽ അവിടെ ഉയർന്നു. സ്റ്റാഫ് റൂമിന് മുന്നിലൂടെ പോയ വിദ്യാർത്ഥികൾ ഈ അടി കണ്ട് പകച്ചു നിന്നുപോയി. സാറേ, എന്തായി കാണിക്കണേ? മിസ്സിനെ പിടി, എടാ പിടിച്ചു മാറ്റടാ. ചില ആൺകുട്ടികൾ സഞ്ജുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. മറ്റു ചിലർ ശില്പയെ അവരിൽ നിന്ന് പിടിച്ചു മാറ്റാനും. പെൺകുട്ടികൾ ചിലർ അപ്പോഴേക്കും HOD വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം CCTVയിലൂടെ ഈ പുകലുകൾ കണ്ടിരുന്നു. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? സഞ്ജയ്, ലീവ് ഹർ. എന്ത് തോന്നിയവാസം താനീ കാണിക്കുന്നത്? HODയുടെ ശബ്ദം കേട്ടത് സഞ്ജയ് ശില്പയെ ടേബിളിലേക്ക് തള്ളി മറിച്ചിട്ട് ടേബിളിലെ പുസ്തകം ഗ്ലോബുകളും എല്ലാം മറിച്ചിട്ടുണ്ട്. ശില്പ സഞ്ജുവിനെ കലിയോടെ നോക്കി. തോന്നിയവാസം കാണിക്കുന്നത് ഞാനോ അത് ഇവളോ ഒന്ന്? സാർ ഇത് കണ്ടിട്ട് തീരുമാനിക്കേ. അവൻ കുനിഞ്ഞു നിന്ന് അവളുടെ ഫോൺ തപ്പിയെടുത്ത് അദ്ദേഹത്തിന് നേരെ നീട്ടി. HODയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അയാൾ വിശ്വാസം വരാതെ സഞ്ജുവിനെ നോക്കി. പിന്നെ അവജ്ഞയോടെ ശില്പയും മറ്റു കുട്ടികൾക്ക് ആ ഫോണുകളിൽ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അതേസമയം അമ്മയുടെ ക്ലാസ്സിൽ സിന്ധു മിസ് ക്ലാസ് എടുക്കുമായിരുന്നു. അവര് പറഞ്ഞു തരുന്നത് കേട്ട് നോട്ട് എഴുതിയ എല്ലാവരും പെട്ടെന്നാണ് അപ്പുറത്തെ ഇപ്പുറത്തെയും ക്ലാസ്സിൽ നിന്ന് സാറുമാരും ടീച്ചർമാരും താഴേക്ക് ധൃതി പിടിച്ച് ഓടുന്നത് കണ്ടത്. സിന്ധു മിസ്സും കുട്ടികളും എല്ലാവരും ഒന്നും മനസ്സിലാവാതിരുന്നു. കുറെ നേരമായി അവർ ശ്രദ്ധിക്കുന്നു. താഴെ നിന്നൊരു ബഹളം. പീറ്റർ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എവിടേക്ക് ധൃതി പിടിച്ച്? അപ്പൊ ടീച്ചറൊന്നും അറിഞ്ഞില്ലേ? സഞ്ജയ് സാറിനെ ശില്പ മിസ്സിനെ HODയുടെ റൂമിന് മുന്നിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സഞ്ജയ് ശില്പയെ തല്ലിയെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. സിന്ധു മിസ് നെഞ്ചത്ത് കയ്യും വെച്ച് സഞ്ജുവിന്റെ പേര് കേട്ടത് ആമയും പകത്തോട് ചാടി എഴുതിയിട്ട് അവളും മിസ്സിനേക്കാൾ മുന്നേ ആ ക്ലാസ് റൂമിൽ നിന്ന് പറഞ്ഞ് താഴേക്ക് ധൃതി പിടിച്ച് ഓടി. നോക്ക് സഞ്ജയ്, ശില്പയെ നമുക്ക് സസ്പെൻഡ് ചെയ്യാം. പക്ഷെ ഇത് പോലീസ് കേസ് ആക്കണം. പുറത്തെങ്ങാനും കോളേജ് മാനേജ്മെന്റിനടക്കം നാണക്കേടാ. പുറത്ത് തലപൊക്കി നടക്കാൻ കഴിയില്ല. HOD തലക്ക് കൈകൊടുത്തോണ്ട് പറഞ്ഞു. സഞ്ജു കൂട്ടത്തിൽ ആൻസി മിസ്സും മറ്റു രണ്ടുപേരും മാത്രം ആ റൂമിലുണ്ടായിരുന്നു. സാർ, കോളേജിന്റെ അഭിമാനത്തെക്കാൾ പ്രശസ്തികളൊക്കെ ഏറ്റവും വലുത്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ സേഫ്റ്റി അല്ലേ ഇമ്പോർട്ടന്റ്. ഓരോ അച്ഛനമ്മമാർ കുട്ടികളെ ചേർക്കുന്നതേ നമ്മൾ വിശ്വസിച്ചല്ലേ. സോ ഇത് പോലീസിനെ അറിയിക്കാതെ മറച്ചു വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. സഞ്ജയ് ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി. സഞ്ജയ് പറഞ്ഞു തന്നെ സാർ, അതിന് ശരി. ശില്പയുടെ ഫോണിലെ ഫോട്ടോയിൽ അഭിരാമിയുടെ അടുക്ക മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോസ് ഉണ്ട്. ശില്പ നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല. ഏതെങ്കിലും ഒരു സൈറ്റുകളിൽ ഈ കുട്ടികളുടെ ഫോട്ടോസ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസി മിസ് ആ സാധ്യത പറഞ്ഞത് സഞ്ജുവിന്റെ മുഖാകെ വിളറി പിടിച്ചതുപോലെ അമ്മയുടെ ഫോട്ടോസ് ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റുകളിൽ അതുവരക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് സാർ പ്ലീസ് ഇമ്മീഡിയറ്റ് ആക്ഷൻ, ശില്പക്കെതിരെ എടുത്തേ പറ്റൂ. സാറിന്റെ റിലേറ്റീവ് SI അശോക് പറവൂർ സ്റ്റേഷനില്ലേ, അദ്ദേഹത്തെ വിളിക്കും സാർ. സഞ്ജയ്, പോലീസിനെ കോളേജിൽ വിളിച്ചു വരുത്താനാണോ? കുട്ടികളുടെ മുന്നിലൂടെ ആയിരിക്കും ശില്പയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് HOD ആകെ ടെൻഷനിലായിരുന്നു. സാറിന് ഇതെല്ലാം നിസ്സാരമാണ്. എന്റെ ഭാര്യ അടക്കം എത്ര കുട്ടികളാണ്, അതിൽ ആൺകുട്ടികളുണ്ട്. ലേഡീസിന്റെ വാഷ്റൂമിൽ നിന്ന് എടുത്ത അടക്കമുള്ള ഫോട്ടോസ് ഉണ്ട്. കൊച്ചു പിള്ളേരാണ് സാർ. ഇത് നിസ്സാരമായിട്ട് കാണരുത്. അവർക്ക് നാളെ ഇതുമൂലം ഒരു ഇഷ്യൂ ഉണ്ടാകും. ഇതായിരിക്കില്ല അവസ്ഥ. അന്ന് നമ്മൾ പരാതി നൽകി എന്തുകൊണ്ട് അന്ന് ഇത് മറച്ചു വെച്ചെന്നുള്ള ചോദ്യം വരും. ഐ ആം ഷുവർ സർ, പ്ലീസ് കുട്ടികളുടെ ഭാവി ഓർത്തെങ്കിലും. സഞ്ജയ് അദ്ദേഹത്തിന് മുന്നിൽ കൈകൂപ്പി. ഓക്കെ സഞ്ജയ്, താനൊന്ന് കൂളാവും. ഹാൻസി, ശില്പ എവിടെയാ? ഓഫീസ് റൂമിലുണ്ട് സാർ. അവിടെ മറ്റു ടീച്ചേഴ്സും ഉണ്ട്. കുട്ടികൾ ആരും ഇതറിയരുത്. അത് നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹാൻസിമം തലയാട്ടി. മുകളിലുള്ളവർ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഉചിതമായ തീരുമാനം എടുത്തത്. സഞ്ജുവിന്റെ അഭിപ്രായത്തോട് അനുകൂലമായിരുന്നു ആ തീരുമാനം. ശില്പയെ പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളത്.
ഇപ്പൊ മുന്നിൽ കാണുന്ന ഏക വഴി. അതിനൊപ്പം അവളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്ത് കുട്ടികളുടെ ആരുടെയെങ്കിലും ഫോട്ടോസ്, വീഡിയോസ് മറ്റേതെങ്കിലും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പൊ മൊബൈൽ ട്രാക്ക് ചെയ്ത് റോണിയും പിടികൂടണം. വൈകുന്നേരത്തോടെ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ജീപ്പ് വന്ന് നിന്നപ്പോ കുട്ടികളെല്ലാവരും വരാന്തയിൽ തടിച്ചുകൂടി. ആ കൂട്ടത്തിൽ ആമയുണ്ടായിരുന്നു. നേരത്തെ സമ്പൂർണ്ണ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ചെന്നെങ്കിലും ആരെ അകത്തേക്ക് കയറ്റി വിട്ടില്ല. മറ്റു കുട്ടികൾക്കും കാര്യം അറിയില്ല. 2 വനിതാ പോലീസ് അകമ്പടിയോടെ ശില്പയെ ജീപ്പിലേക്ക് കയറ്റുന്നവർ കണ്ടപ്പോ കുട്ടികൾ പരിഭ്രാന്തരായി. എന്തിനാ ശില്പ മിസ്സിനെ പോലീസ് കൊണ്ടുപോകുന്നത്? സഞ്ജേട്ടനെതിരെ മിസ്സിനെ തല്ലിയത് എന്താ ശരിക്കുള്ള പ്രശ്നം? ആകെ തോണിലേക്ക് ചാരി ആദ്യ കയറിയ മുഖവുമായി അവൾ നിൽക്കുന്നത് കണ്ടപ്പോ രേവതിയും രേഷ്മയും അവളെ സമാധാനിപ്പിച്ച് പോലീസ് ജീപ്പിൽ ഇരിക്കുമ്പോ ശില്പയുടെ കണ്ണുകൾ പകയോടെ സഞ്ജുവിന്റെ നേർക്ക് പാഞ്ഞിരുന്നു. സഞ്ജു അവളെ തിരികെ തിരിച്ചു നോക്കി. പീറ്റർ സാർ മറ്റൊരാളും ചേർന്ന് അവളെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോഴേക്കും പോലീസ് ജീപ്പ് കവാടം കഴിഞ്ഞ് പോയിരുന്നു. കുട്ടികൾക്കിടയിൽ മുറുമുറുപ്പ് ശക്തമായപ്പോൾ അധ്യാപകർക്കിടയിൽ അസ്വസ്ഥതയും പടർന്നു. സഞ്ജേട്ടാ ബൈക്കിൽ ചാറുന്നു ഏതോ ലോകത്തുനിന്ന് പോലെ നിൽക്കുമ്പോഴാണ് അമ്മയുടെ വിളി കേട്ടത്. പുസ്തകങ്ങളൊന്നും ബാഗിൽ വെക്കാനുള്ള ക്ഷമയില്ലാതെ എല്ലാം കയ്യിൽ വാരിപ്പറക്കി ഓടിപ്പിടിച്ച് വരുന്നവരെ കണ്ടവൻ നേരെ നിന്നു. സഞ്ജേട്ടാ എന്തൊക്കെ ഇവിടെ നടക്കട്ടെ? ശില്പ മിസ്സിനെതിരെ പോലീസ് കൊണ്ടുവരും. പറ സഞ്ജേട്ടാ. ബാഗും ബുക്കും ബൈക്കിന്റെ സീറ്റിൽ വെച്ച് ആമി തിരക്കി. സഞ്ജു പക്ഷെ മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. ഈ ബുക്കെടുത്ത് ബാഗ് വെച്ചിട്ട് നീ കയറാൻ നോക്ക. സഞ്ജു പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് സീറ്റിലേക്ക് ഇരിക്കുന്നു. അവളുടെ സാധനങ്ങൾ നോക്കി പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് മറുപടി താഴട്ടെ. എന്തിനു മിസ്സിനെ കൊണ്ടുവരും? നിന്നോട് ആദ്യം പറഞ്ഞത് ചെയ്യടി. സഞ്ജു അവളുടെ നേരെ ഒച്ച വെച്ചത് ആമി നെട്ടിലോട് ചുറ്റും നോക്കി. അവന്റെ മുഖം നിറയെ ദേഷ്യത്തില്. ആമി വേഗം ബുക്കുകളെടുത്ത് ബാഗിൽ വെച്ചു. സഞ്ജു ബൈക്ക് തിരിച്ചപ്പോ ആമി അവന്റെ പിന്നിൽ കയറി എടുക്കും. ബൈക്ക് റോഡിലൂടെ ചീറിപ്പാറ്റ. അവന്റെ വയറിൽ വട്ടം പിടിച്ചിരിക്കായിരുന്നു ആമി. സഞ്ജേട്ടാ നിങ്ങൾ ശില്പ മിസ്സിനെ തല്ലിയോ? പീറ്റർ സാർ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. ആമി പിന്നിലിരുന്ന് ചോദിക്കുന്നുണ്ട്. സഞ്ജു അതൊന്നും കേട്ടില്ല. അവന്റെ മനസ്സ് മുഴുവൻ ശില്പയിൽ അവളുടെ ഫോണിൽ കണ്ട ചിത്രങ്ങളിൽ മാത്രമാണ്. സഞ്ജു തിരിച്ചൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടു. താൻ ചോദിച്ചത് അവൻ കേട്ടിട്ടില്ലേ എന്ന് ആമി സംശയിച്ചു. സഞ്ജേട്ടാ ഞാൻ ചോദിച്ചത് വല്ലതും കേട്ടോ? ആമി അവന്റെ തോളി പിടിച്ചു കൊടുക്കി. സഞ്ജു ബോധത്തിലേക്ക് വന്നു. ആമി അടങ്ങിയിരിക്കെ. അവൻ ശാസിച്ചു. ഇത് റോഡാ, നിറയെ വണ്ടിയും. മനസ്സ് മാത്രമല്ല വണ്ടിയും പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അതിനിടയിലാണ് ആമി കൈ പിടിച്ച് കുളിക്കുന്നത്. എന്തിനാ മിസ്സിനെ തല്ലിയെന്ന് പറ. പറയാതെ ഞാൻ അടങ്ങിയിരിക്കില്ല. കാര്യം പറ. ആമി വീണ്ടും അവളുടെ തോളി പിടിച്ച് കുളിക്കുന്നു. വണ്ടി കയ്യിൽ നിന്നൊന്ന് പാളി. എതിരെ വന്ന കാറിന് മുന്നിൽ തൊട്ടില്ലെന്ന രീതിയിൽ വന്നെങ്കിലും സഞ്ജു ബൈക്ക് വലിച്ചുകൊണ്ടുപോയി. ആമിയുടെ സഞ്ജുവിന്റെ നെഞ്ച് ഒരുപോലെ വിറച്ചുപോയി. കാറുകാരൻ പുറത്തേക്ക് തലയിട്ട് ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു. സഞ്ജു വേഗം അരികിലേക്ക് വണ്ടി നിർത്തി. ഇറങ്ങടി. സഞ്ജു അലറി. ആമി പേടിച്ച് അരണ്ടുപോയി. വണ്ടിയിലിരിക്കുമ്പോഴാണ് നിന്റെ അഭ്യാസം. പരിസരം മറന്ന് പൊട്ടിത്തെറിച്ചു പോയി. ആമി ചുറ്റും നോക്കി. അധികം ആളുകളൊന്നും അടുത്തില്ല. എങ്കിലും ആരൊക്കെ അവര് നോക്കുന്നുണ്ട്. വഴക്ക് പറയല്ലേ സഞ്ജേട്ടാ. ആമി വല്ലാതായിക്കോട്ടെ അവന്റെ കയ്യെ പിടിച്ച് കെഞ്ചി. സഞ്ജുവിന്റെ തൊണ്ടയിലൂടെ ഒരു ഭാരം ഇറങ്ങിപ്പോയി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കയറ്. അവൻ അമർഷം അടക്കി. അവൻ സങ്കടത്തോടെ അവന് പിന്നിൽ കയറി. നിറഞ്ഞ മിഴികൾ അവൾ തുടച്ചു. വീടെത്തിയപ്പോ ആമി വേഗം ചെന്ന് ഗേറ്റും തുറന്നു. സഞ്ജു ബൈക്കും കൊണ്ട് അകത്തേക്കും കയറ്റി. പിന്നാലെ വീട്ടിലേക്കും കയറി. ആമിക്ക് ദേഷ്യ സങ്കടം ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. ഇതെന്തിനാ തന്നോട് ദേഷ്യപ്പെട്ട് നടക്കുന്നത്? ഇനി താൻ എന്തെങ്കിലും തെറ്റിയതോ? സഞ്ജേട്ടനെതിരെ എന്നെ വഴക്ക് പറഞ്ഞത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തെന്താ? കാര്യം പറയാൻ പറ്റില്ലേ? അല്ലെങ്കിൽ എന്നും ഉള്ളതാ, എന്തെങ്കിലും പറയില്ല. ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കാൻ ഇവിടെ ഞാനുണ്ടല്ലോ. ആമി ബാഗ് ഊരി അവന്റെ പിന്നാലെ വെച്ചു പിടിച്ചത്. സഞ്ജു റൂമിൽ കയറി അവൾക്ക് മുന്നിലെ ഡോറും വലിച്ചടിച്ചു. അടഞ്ഞ ഡോറും മുറി ആമി തറഞ്ഞു നിന്നു. തുടരും.
എൻ്റെ ശബ്ദം വളരെ ബോറാണെന്ന് എനിക്കറിയാം. എനിക്ക് ഒട്ടും ശബ്ദമില്ല. ഞാൻ മാക്സിമം സ്ട്രെയിൻ ചെയ്താണ് ഇത് പറയണത്. എനിക്ക് ഒട്ടും പറയാൻ പറ്റുന്നില്ല അങ്ങോട്ട്. എനിക്കറിയാം എനിക്ക് ഈർഷ്യ തോന്നുന്നുണ്ടാവും ഞാനിതിങ്ങനെ പറയുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രം ഇട്ടിട്ട് എന്നാൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ളൊരിതിൽ എനിക്കും ഇച്ചിരി നല്ലതായിട്ട് തോന്നിയത് നമ്മളത് പറയണതാണല്ലോ എന്നുള്ളൊരു ഇതിലാണ്. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അല്ലാണ്ട് എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം നാളെ കാണാം.